Hello மக்களே, வெல்கம் டு தி சேனல் தமிழ் ஃபேமிலி ரியாக்ட்ஸ். நான் ஸ்வாதி பிரபாகர், வித் மீ மை ஹஸ்பண்ட் வாசு. வணக்கம். ஓகே, நாங்க வந்து ரீசெண்டா ஓடிடில ரிலீஸ் ஆயிருக்க சர்வம் மாயா அப்படின்ற மூவி பார்க்க போறோம். மூவியோட காஸ்டிங் க்ரூ பார்த்துடலாம். மூவி வந்து நம்ம ஃபேவரட் நிவின் பாலி இருக்காரு. நம்ம ரீசெண்டா வந்து ஓம் சாந்தி யோசனாவும் பார்த்திருக்கோம். அது உங்களுக்கு வரும் வீடியோஸ்ல. அண்ட் ரியா ஷிபு அவங்களோட நம்ம ஃபர்ஸ்ட் மூவி பார்க்க போறோம்னு நினைக்கிறேன். ஆமா, நானும் பார்த்ததில்ல அவங்கள. ரியா ஷிபு நான் பார்த்தது இல்ல. அண்ட் பிரியா பி வாரியர் இருக்காங்க. அதுக்கப்புறமேட்டு அஜு வர்கீஸ் இருக்காரு. நம்ம தமிழ் பொண்ணு பிரீத்தி முகுந்தன். ஓகே எனக்கு தெரியாது. வினீத் இருக்காரு, அல்போன்ஸ் புத்திரன் இருக்காங்க, அஜு வர்கீஸ் சொல்லிட்டேன். அப்புறம் வேற யாரோ ஒரு இன்ட்ரெஸ்டிங்கான நேம் பார்த்தேன். வேற யாரோ இருந்தாங்க, மறந்துட்டேன். அடுத்து வந்து டைரக்டர் அகில் சத்யம். அவ்வளவுதான், இவங்க தான் காஸ்டிங் க்ரூ. இது ஒரு நல்ல ஒரு ஃபீல் குட் மூவின்னு சொல்லிட்டு நிறைய பேர் சஜஷன் சொல்லிருக்காங்க. நிறைய கமெண்ட்ஸ்லயே போட்டுருந்தாங்க. நம்ம போலும் கேட்டிருந்தோம், நிறைய பேர் பண்ணுங்கன்னு தான் சொல்லிருக்கீங்க. சோ இன்னைக்கு நம்ம மூவிக்குள்ள போயிடலாம். ஓகே. இது ஃபங்க்ஷன் போறோம். மியூசிக்கல் நைட். ഓർക്കസ്ട്രയുടെ ലിസ്റ്റാ. ഇത് ലാസ്റ്റ് പാട്ടാ. അനൗൺസ് ചെയ്യുമ്പോ അവസാനം എടാ റസാക്കെ, യൂറോപ്പ് ട്രിപ്പിന്റെ വിസ വന്നടാ. അതുകൊണ്ട് നിങ്ങൾക്കല്ലേ ഗുണമുള്ള സഹിച്ചേട്ടാ. ഷടാ, എന്ത് പറ്റി? ട്രിപ്പിന് പോകാനായിട്ട് അയച്ചത് 15 പാസ്പോർട്ടാ. ഇതിപ്പോ വിസ വന്നത് 14 പേർക്ക്. ഒരാളുടെ മിസ്സിംഗാ. ആരടാ? കീബോർഡ് ഫ്രാൻസിസ് ചേട്ടനുണ്ട്. വയലിൻ സേവിയർ, ലിൻഡോ, തുമ്പ, ജോയ്, ചാക്കോ, പ്രബേന്ദു, ഇലക്ട്രിക് ഗിറ്റാർ. ஏய், இங்க வரப்பா. என்ன பேர் சொன்னாங்க அவருக்கு? தும்புவா. റസാക്കെ, என்ன கூட்டத்தோட கூட்டமா உட்கார்ந்துட்டு இருக்காரு. എന്താ പരിപാടി? യൂറോപ്പിലെ തണുപ്പിനുള്ള ജാക്കറ്റ് നോക്കാം. നമ്മുടെ അമേരിക്കൻ പ്രോഗ്രാമിന്റെ ജാക്കറ്റ് മൊത്തം പൂത്തുപോയി. ഇതിപ്പോ ഇന്ന് ഓർഡർ ചെയ്താലാണ് നമുക്ക് പോണേക്കാൾ മുമ്പ് ഡെലിവർ ആവുള്ളൂ. അതെ, നമ്മുടെ റിഹേഴ്സൽ റൂമിന്റെ ബാക്കിലത്തെ മുറിയിലെ അത് 2 മാസത്തേക്ക് എടുക്കാണേ. ഇപ്പോഴത്തെ ഫ്ലാറ്റ് നൊടിയാണ്. അപ്പൊ സാധനങ്ങളൊക്കെ ഒന്ന് വെക്കാം. അപ്പൊ നീ ഫ്ലാറ്റ് ഒഴിഞ്ഞാ എന്താണ്? അപ്പൊ എന്നോടൊന്നും ചോദിക്കണ്ടേ? ഒറ്റ സെക്കൻഡ്, ഈ OTP സെറ്റ് ചെയ്തോട്ടെ. നിക്ക് അടിക്കല്ലേ. എടാ, ഇലക്ട്രിക് ഗിറ്റാർ കട്ട് ചെയ്തു. ട്രിപ്പിൽ നീ മാത്രമില്ല. സെലക്ട് பண்ணல. ഓംലെറ്റ് ഇറക്കാം. സാറിന് കോഴി പൊരിച്ചെടുക്കട്ടെ? ഇവിടുത്തെ സ്പെഷ്യലാ. കാട ഫ്രൈ ഉണ്ട്, പോർക്കും കൂർക്കുണ്ട്. കിടുവാ അങ്ങനെ നമ്പൂരിയാ വെജ്. അതിലെ പോർക്ക് മാറ്റി കൂർക്ക മാത്രം എടുക്കാം. എടാ, ഇത് സാധ്യമല്ലല്ലോ ഇങ്ങനെ വിളമ്പാൻ. നിനക്ക് പണം തരണ്ടേ? ഈ കുരുത്തം കട്ടോ എല്ലായിടത്തിലും പോയിട്ട് തന്നെ ചോദിക്കോ? എല്ലാവർക്കും ഓംലെറ്റിനുള്ള ബഡ്ജറ്റിന്റെ കമ്മിയാണ്. ബഡ്ജറ്റിൽ നേരത്തെ പറയായിരുന്നില്ലേ? അത് ഈ ദോശയുടെ കൂട്ടത്തിൽ ഒരു ഓംലെറ്റും കൂടെ വെക്കുമ്പോൾ ഒരു ലക്ഷറി ഫീൽ കിട്ടുമല്ലോ. ഓംലെറ്റ് അല്ല, ഇലക്ട്രിക് ഗിറ്റാർ. ഈ സെയിം ചോദ്യം ഞാൻ അവരോട് ചോദിച്ചതാ. അപ്പോ ആ സ്പോൺസർ വഴി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് നോക്ക്. ചേട്ടാ, ലാസ്റ്റ് മിനിറ്റ് ഒരു ഇൻവെസ്റ്റർ വലിഞ്ഞു. ഒരാളെ കട്ട് ചെയ്താലേ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാനാ. പ്രഭേന്ദു ചേച്ചിയോട് എന്റെ പ്രത്യേകം സോറി പറയണേ. പ്രഭു ചേച്ചി അവന്റെ പ്രഭേ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാന്ന് കരുതരുത്. സപ്പോസ് ഇത് നല്ലതിനാണെങ്കിലോ? 2 മാസത്തിന് താമസിക്കാൻ സ്ഥലമില്ലാതെ കയ്യിൽ 5 പൈസ ഇല്ലാതെ പട്ടിണി കിടക്കണോ? പിന്നെ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത വീട്ടിൽ നിന്നാണ്. എടാ, നിന്റെ അച്ഛനും ചേട്ടനും കൂടെ പൂജ ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരംശം പോരെ യൂറോപ്പ് മുഴുവനും നിനക്ക് കറങ്ങിയിട്ട് തിരിച്ചു വരാൻ? നിന്റെ ഈഗോ കാരണല്ലേ പൂണൂര് പൊട്ടിച്ച് പാന്റ് മുറുക്കി കെട്ടി ജീവിക്കേണ്ടി വരുന്നത്? ഒരാൾക്ക് ദൈവവിശ്വാസം ഇല്ലാണ്ടാവണതും അയാൾ ഏത്തിസ്റ്റ് ആവണതും അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അത് ഈഗോ അല്ല, അത് കോൺഫിഡൻസ് ആണ്. ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച്. ഒരാൾക്ക് പാഷനേറ്റ് മ്യൂസീഷ്യൻ ആവണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഇപ്പം AR റഹ്മാൻ തന്നെ സേഫ് സോണും പിടിച്ച് വീട്ടിലെ ചോറും പൊതിഞ്ഞ് അടുത്തുള്ള ബാങ്കിൽ പോയിരുന്നിരുന്നെങ്കിലേ നമ്മൾ ഇന്ന് സ്റ്റേജിൽ പാടി പകുതി പാട്ടെങ്കിലും നമുക്ക് പാടാൻ പറ്റുമായിരുന്നോ? ഞാൻ നിന്നോട് തർക്കിച്ചതല്ല. ഞാൻ ആക്ച്വലി പറയാൻ ഉദ്ദേശിച്ചത് തന്നെ നിന്റെ ഈ പാഷനെ പറ്റിയിട്ടാണ്. നമ്മുടെ ട്രൂപ്പിലെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആൾ നീയാണ്. ഇവരാരെങ്കിലും സിനിമയിൽ വായിച്ചിട്ടുണ്ടോ? സ്റ്റുഡിയോ റെക്കോർഡിങ്ങിന് നിന്നെ അല്ലാതെ വേറെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? ഇതൊക്കെ വല്ലപ്പോഴേ നടക്കുന്നുള്ളൂ. ഏതായാലും ഈ ട്രിപ്പോ ക്യാൻസലായ സ്ഥിതിക്ക് നീ നിന്റെ അച്ഛന്റെ ശരിയാവൂല. അതെ, ഈ മോരടന്മാരായ അച്ഛന്മാര് ഒരു 10-70 വയസ്സോ കഴിയുമ്പോ ഒരു സ്നേഹസമ്പന്നരായിട്ടുള്ള ചരിത്രമുണ്ട്. നീ ഈ സമയത്ത് കയറി സെറ്റിൽ ആവടാ. ഫുഡ്, റെന്റ്, ഇതിന്റെയൊക്കെ പൈസ ലാഭിച്ചൂടെ? പിന്നെ ഫ്രീ വൈഫൈ, ഫ്രീ ലോണ്ടറി, സുഖല്ലേ? താനെ പൊട്ടക്കാണ് ഈ മുട്ടൊക്കെ വിഴുങ്ങുന്നത്. ഇപ്പൊ കോഴിമുട്ട പോയിട്ട് കാടമുട്ടയായ മുട്ടല്ലാണ്ട് എനിക്ക് ഭക്ഷണം ഇറങ്ങും. ഹിന്ദു, നീ വരില്ലെന്നറിയാം. എന്നാലും നിനക്ക് എപ്പോ ഒഴിവുണ്ടെങ്കിലും ഇല്ലത്തൊന്ന് വന്നാൽ അച്ഛനത് വലിയ സന്തോഷവും. പുറമെ അച്ഛനത് കാണിച്ചില്ലെങ്കിലും വല്യച്ഛനും നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. തിരക്കാണ്, നോക്കട്ടെ. நல்லா இருக்கேன்.
அந்த மலையோட ஷேப் இதுதான் எப்படி அவ்வளவு ஸ்டில் வாட்டரா நிக்குது போல இருக்கு தண்ணி. நான் கூட இங்க ஓடுற மாதிரி பிங்க் பஸ் நினைச்சிட்டேன்ப்பா. ஆனா அப்படிதான் நினைச்சேன். என்ன இது பர்த்டே, அவரோட 70வது பர்த்டே. நல்ல வேலை ஆமா, മലയാളത്തിൽ இருக்கும். ഞാൻ കൂടെ വേറെ ഫാസ്റ്റിംഗ് നിങ്ങൾ എന്ത് കണ്ടു? 3 കഴിച്ചിട്ട് പോകും കേട്ടോ. എടോ അച്ഛന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ വണ്ടി ഫ്ലെക്സ് ഒന്നുകൂടെ அப்ப அவருக்கே அப்படிதான் தோணுது. മരിക്കുമ്പോ മാത്രമല്ലോ ഫ്ലെക്സ് വെക്കുന്നത്. എന്താ തുളസി? ആ വാട്ടർ ഫിൽറ്റർ സർവീസ് ചെയ്ത് കഴിഞ്ഞാലേ വിളിക്കണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അവരോട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയൂ. മിനിസ്റ്റർ പോയ ഉടനെ അച്ഛനോട് പറയാം. ഇതാണ് മൂത്തയാള് ദീപാങ്കരൻ. എന്റെ കൂടെ ശബരിമലയിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ക്ഷേത്രത്തിലാണോ അച്ഛൻ്റെ കൂടെ? ഏയ് അല്ല, താമസം എയർപോർട്ടിനടുത്തേക്ക് മാറ്റി. ഇതാണ് ഭാര്യ. താഴെയുള്ള ആളെവിടെ? അയാള് വരാൻ വൈകും, നമുക്ക് എടുക്കാം. ആയിക്കോട്ടെ സാറോടെ. இந்த வீடு செட்டப் ரொம்ப சூப்பரா இருக்கு. ஓஹோ, எனக்கு பின்னாடி வெளியே வராரா? അപ്പുറത്ത് നിറച്ച ആൾക്കാരെ തുളസി ചേച്ചി അച്ഛന് നിൽപ്പുണ്ടായിരുന്നു. ഒരു സീൻ ഒഴിവാക്കാൻ കരുതി. ഇതിലെ ആവുമ്പോ പപ്പുനെ കണ്ടും കയറാലോ. പപ്പുന്നല്ല, ഇനി പപ്പു അമ്മ എന്ന് വിളിക്കേണ്ടി വരും. ഇന്ദുട്ടിയുടെ അമ്മ അമ്പലത്തിന്റെ പിറകിൽ നിന്ന് ഇവനെ എടുത്തിട്ട് വരുമ്പോഴേ എന്റെ കുഞ്ഞ് ജനിച്ചിട്ട് 4-ാം നാളാ. അവളിപ്പോ 5-ാം ക്ലാസ്സിലായി. ശരിക്കും അമ്മ പോയ പിന്നെ എന്റെ ഉഷാറൊക്കെ പോയല്ലേ? അവന്റെ മാത്രമല്ല, നിങ്ങൾ രണ്ടാളുടെ. இவர்தான் பெரியப்பாவா? അതെ, മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊന്നും ഞെക്കിയ വെള്ളം വരുന്ന സാധനമാണത്. ഒരു സെക്കൻഡ് പോലും വേണ്ട. എന്തിനാണ് ഈ മുറി നാട്ടിക്കുന്നു? നമ്മൾ ആൾറെഡി വെള്ളത്തിലേക്കല്ലേ മൂത്രം ഒഴിക്കുന്നത്, പിന്നെന്തിനാ വീണ്ടും വെള്ളം ഒഴിക്കുന്നത്? വെളിച്ചന്റെ മെയിൻ ആളെത്തിയല്ലോ. എന്തു ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിയാലേ എനിക്ക് ഫ്ലൈറ്റ് പിടിക്കാൻ പറ്റൂ. എടോ താനൊന്ന് പെട്ടെന്ന് കുളിച്ച് നല്ലൊരു മുണ്ടെടുത്ത് താഴെ പോയി ഒന്ന് ഹാൻഡിൽ ചെയ്യേ. വെളിച്ച ഒരു ഡൗട്ട്. ഈ കെനിയയിലെ ഹോമത്തിന് അഗ്നി കൊടുക്കേണ്ടത് കരിങ്ങാലിയുടെ ചമതം കൊണ്ടാണ്. അതിപ്പോ ഒപ്പിക്കാൻ ഇത്തിരി പ്രയാസാ. ഞങ്ങൾക്ക് വെച്ചാൽ നേരത്തെ ചെക്കിനും ചെയ്യണം. വേറെ എന്താ ഇപ്പൊ എടുക്കാൻ പറ്റുക? ശുഭകാര്യത്തിനല്ലേ ഹോമം. അതെ അതെ, രക്ഷപ്പെട്ടു. ഓളെ ഷോക്കുണ്ട്. അപ്പൊ അത് ഓക്കെ. കെനിയെന്ന് എന്തെങ്കിലും കൊണ്ടുവരണോ? നമ്മുടെ ക്രോണിക് ബാച്ചിലർക്ക് പറ്റിയൊരു കെനിയൻ സുന്ദരീനെ കൊണ്ടുവരാം. അത് മതി. തിരിച്ചെത്തിയിട്ട് വരാം. ആ പരികർമ്മ ചെക്കന് ദീപുവിന് ഒരു കാറ് മേടിച്ചു കൊടുത്തു. നല്ല പൈസയും കൊടുക്കണ്ടെന്ന് കേട്ടത്. നീ പൂടൂലിട്ടിരുന്നെങ്കിൽ ദീപു നിന്നെ കൂടെ കൂട്ടിയത് മേൽശാന്തി ആയിരുന്നേ. നിന്റെ കയ്യിരിപ്പ് കൊണ്ടല്ലേ. നിങ്ങൾക്ക് ബിൽഡപ്പ് അല്ലേ ഉള്ളൂ, കാണാനും കേൾക്കാനൊന്നും പറ്റില്ലല്ലോ. മതി മതി, അറിവില്ലായ്മ കൊണ്ടാണ്. ഈ വിവരമില്ലാത്തവരോട് ഒന്നും തോന്നരുതേ ഭഗവാനെ. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഫ്രഷ് അടിക്കാനെന്ന് ഓർമ്മിക്കണേ എന്റെ ഭഗവാനെ. പ്ലീസ് ഡോണ്ട്. நல்லா இருக்குல்ல இந்த உடன் ஒர்க். அவங்க அம்மா வச்சிருப்பாங்களோ? அஜு வரைக்கும் அம்மா ஆளே வேற மாதிரி இருக்காருப்பா. கேரக்டருக்கு ஏத்த மாதிரி முகம் எல்லாம் மாத்திடுறாங்க. ഇങ്ങോട്ട് വഴി. ഞാൻ ചെയ്തോണ്ട് പറയല്ല, പൂജ ഗംഭീരായി. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. കറക്റ്റ്. ശ്രീകുട്ടാ, இவர் அப்படியே மீசை இல்லாம இருந்தா சின்ன பையன் மாதிரி இருப்பாருப்பா. ശ്രീകുട്ടാ, തിരുമേനി എന്നെ വാങ്ങിച്ചോളൂ. கையில வாங்க மாட்டாங்களே. പൂജ ഗംഭീരായി. എന്താ അതിനിപ്പോ എന്താ? ஒரு ஆள் சேஞ்ச் பண்ணோன்னு எல்லாரும் சேஞ்ச் பண்ணிட்டாங்க நினைக்கிறேன். ശ്രീകുട്ടാ, ആ ചൂലൊന്ന് വർക്ക് ചെയ്യണ്ടോ നോക്കി. ചൂലൊക്കെ നല്ല വർക്കിംഗ് കണ്ടീഷനാ. പക്ഷെ ക്ലീനിങ്ങിന് എക്സ്ട്രാ പൈസ തരേണ്ടി. നീ ഇങ്ങനെ ആർത്തി പിടിക്കല്ലേ ശ്രീകുട്ടാ. പിന്നെ ഞാൻ എങ്ങനെ ആർത്തി പിടിക്കണം? ഒരു മിനിറ്റ്. ആ ശ്രീകുട്ടൻ തട്ടിപ്പാ. പരികർമ്മയായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? കാര്യം ഞാനിങ്ങനെ പറഞ്ഞാല് എനിക്ക് നിന്നെ വലിയ ഇഷ്ടാ. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ രൂപേഷേട്ടാ. പിന്നെ ആ മാഡം തന്ന 500 രൂപ അത് ഞാൻ എടുത്തു. എന്റെ ട്രാവലിൽ കൂട്ടിക്കോ. രൂപേഷേട്ടാ ഹാപ്പിയല്ലേ? പണിയുണ്ട്. പവിത്ര, നാളെ 4:30 പോണട്ടാ. ആയിക്കോട്ടെ. 3:30 സാമ്പാറിന് അടിച്ചു തുടങ്ങണം. സദ്യ എവിടേക്കാ? ഇന്ദുന്റെ ബൈക്ക് ശരിയാക്കി എടുത്തല്ലേ, നന്നായി. 2 ദിവസം കൂടി ഉണ്ടാവും. അപ്പാ സപ്തതിയുടെ സദ്യ ഗംഭീരായിരുന്നു. ലേറ്റ് ആയി ഒന്നും ഇല കഴിക്കാൻ പറ്റിയില്ല. സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ സദ്യ ഇലയിലല്ലേ കഴിക്കണ്ടേ? സംസാരിക്കുമ്പോ സ്വന്തം പേര് ഇങ്ങനെ പറയുന്നത് വളരെ ஓ, ബോറാണ്. சித்தப்பா பையன் அப்ப. ഫോണിൽ തന്നെ വല്യച്ഛൻ இவரா? കാലിന് മാത്രം ചെറിയ വയ്യായി. എടാ നിനക്ക് തോർത്തെടുക്കണോ? വേണ്ട, ഞാൻ വിളിച്ചിട്ട് വന്നു. സുന്ദരനല്ല. ചെറിയ മൊബൈൽ എന്താ? അനഘയുടെ വാട്സപ്പ് സ്റ്റേറ്റസ് നോക്കിയത് എനിക്ക് കാണാൻ പറ്റില്ല. ബ്രേക്കപ്പിന് ശേഷം ബ്ലോക്ക് ചെയ്തോ. എന്തിനാ കാണിക്കണം? ഞാൻ അവളെ ശല്യപ്പെടുത്തിയൊന്നുമില്ലല്ലോ. എടാ, നമ്മുടെ സെമിയിൽ ഔട്ടായിരുന്നു. അപ്പാരടിക്കുന്നതെന്ന് അറിയാലോ. ആ പാമ്പിനെ ഡിസ്റ്റർബ് ചെയ്യണ്ട. നാണല്ലോ.
ഇനിയിപ്പോ നൈറ്റിൽ പോയി കുളത്തിൽ കുളിച്ചിട്ടാங்க ധൈര്യമാ? രൂപേ, നിന്റെ പരിചയത്തിലേ 2-3 മാസം തട്ടിമുട്ടി പോകാൻ പറ്റിയ ജോലി വല്ലതും ഉണ്ടോ? അച്ഛന്റെ സെറ്റപ്പിൽ ഒരുപാടുണ്ട്. ശ്രദ്ധിക്ക് വിളമ്പാൻ പോന്നോ? അത് ശരിയല്ലോ, നീ ആളും ബഹളമൊക്കെ ആയിട്ട്. തേങ്ങ ചെലവറിയോ? അല്ലെ കറിക്കറിയാം? വേണ്ട, കൈ മുറിഞ്ഞ പിന്നെ ഗിറ്റാർ വായിക്കാൻ പറ്റൂല. എടാ നിനക്ക് എന്റെ അസിസ്റ്റന്റ് ആയിട്ട് വന്നൂടെ? പരികർമ്മമായിട്ട് നടക്കില്ല. നീയും ദീപുവായിട്ടും ഒരുമിച്ച് പ്രോപ്പറായിട്ട് വേദപഠനം കഴിഞ്ഞല്ലേ? നീ പഠിച്ച അത്രയും പോലും ഇത്രയും കാലമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ നടത്തിക്കൊണ്ട് പോകണില്ലേ? അതൊക്കെ പണ്ടല്ലേ. എനിക്ക് ഈ ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നാളെ നമ്മൾ ജീവനോട് ഉണ്ടാവും നിനക്ക് വല്ല ഉറപ്പുണ്ടോ? അതും ഭാഗ്യം പോലെ ഇരിക്കും. ആ ഭാഗ്യാണ് ദൈവം കരുതിയാ പോലെ. ഇങ്ങോട്ടാ ഒരാഴ്ച തുടങ്ങിയിട്ട് തീയും പുകയൊന്നും കാണുന്നില്ല, എന്തോ കൂടിയായിട്ടാണ്. രൂപേ നീ അറിയുന്ന രൂപ എന്ത് നീ രൂപേ അത് വീട് അടി വാങ്ങി തുറപ്പുറം നിൽക്കണം. എന്താ പരിപാടി? വീട് പോ തലകാലേക്ക് പോലീസ് തൊണ്ട കലത്തി വിട്ട് ഇവിടെ പറയാൻ നിனைக்கிறேன். എന്തെങ്കിലുമൊക്കെ പറയടാ. നീയൊക്കെ ഏതാടാ? വെട്ടിക്കോണം നാളെ ഈ മുടി താടിയൊക്കെ. ഓടിക്കടേ അവരായത്തിന് പേടിയാ എനിക്കാ? എന്തിന്? அவனுக்கு ஆல்ரெடி ஒரு ரவுண்ட் போயிட்டு நின்றுட்டு இருக்காரு. ഇത് പാട്ടിന്റെ നെക്സ്റ്റ് ലെവൽ കൊണ്ടുപോയി അല്ലേട്ടാ? അമ്മാണ് അതിൽ இருக்க. ക്യാഷ് ഞാൻ ജിപേ ചെയ്താ പോരെ? ക്യാഷ് ആയിട്ടുണ്ടാവൂലേ? സ്ഥലട്ടോ ക്യാഷ് ആയിട്ടുണ്ടാവില്ല, പക്ഷെ പൈസ അക്കൗണ്ടിൽ വരും. ഡോണ്ട് വറി. നന്നായിരുന്നു. ரைட், ஏமாத்த பாக்குறான்னு நினைக்கிறேன். നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഈ തട്ടിക്കുട്ട് ആൽബത്തിനൊന്നും വായിക്കാൻ എന്നെ വിളിക്കരുത്. അത് ശരി. 1000 രൂപയുടെ പരിപാടിയാണെങ്കിൽ വിളിച്ചോളാൻ പറഞ്ഞിട്ട് ഇത് 2500 എന്നിട്ട് അതെവിടെ? അത് കിട്ടുമ്പോ കിട്ടും. ഫൈസല് എന്റെ കയ്യിൽ വീട്ടിലേക്ക് പോകാനുള്ള കാശ് മാത്രമേ ഉള്ളൂ. ടെൻഷൻ ആവല്ലേ പ്രഭേ, പൈസ ഇന്ന് വരും നാളെ പോവും. എടാ നാളെ പോകാനായിട്ട് ഇന്ന് വരണ്ടേ? വിരാജ് ത്രിവേദി സാറില്ലേ, പുള്ളി കേരളത്തിൽ ഇലക്ട്രിക് ഗിറ്റാറിസ്റ്റിൽ പുതിയ പിള്ളേരെ നോക്കുന്നുണ്ട്. പുള്ളിയുടെ മാനേജിംഗ് ടീമിൽ ഒരു മലയാളി പെങ്കച്ച് വന്നിട്ടുണ്ട്, അവള് വഴി വന്നാ. പുള്ളിയുടെ സിനിമയ്ക്കും സ്റ്റേജ് ഷോസിനൊക്കെ ഫുൾ ബോംബെ എന്നുള്ള ടീമാണ്. ഫോട്ടോ ശ്രമിച്ചു നോക്കാലോ. ഇതെന്താ ഓക്സിജൻ ലെവൽ നോക്കാനാണോ? ക്രെഡിറ്റ് കാർഡിന്റെ വെരിഫിക്കേഷൻ എടാ. നിനക്ക് വേണം? വേണ്ട ടെൻഷൻ. സാറേ മാസം 60,000 രൂപ നമുക്ക് വലിക്കാൻ പറ്റും. ആണോ? പിന്നല്ല இது கொடுக்கணும் சார். സാർ എന്ത് ചെയ്യുന്നു? ഒരു മ്യൂസീഷ്യനാണ്. അപ്പൊ ഉറപ്പായിട്ട് എന്റെ ചെക്ക് ആവും. ഒപ്പിട്ട് സാറേ ഒരു ഫോട്ടോ. അത്ര ചിരി വേണ്ട. ബ്രോ ഒരു 200 റുപ്പീസ് ഉണ്ടാ? ഇന്നലെ എറണാകുളം വരെ പോയിട്ടൊന്നും തടഞ്ഞില്ല, ഫുൾ സ്റ്റോക്ക് കാലി. എന്റെ കയ്യിൽ എവിടെ നിന്നാ? ഇയാളുടെ അച്ഛനോട് ചോദിച്ചാ പോരെ? ഞാൻ അങ്ങേരോട് എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ. എന്താ? അല്ല കുഴപ്പമില്ല. ആര് ഞാനോ? അതല്ല, എന്താ കാര്യച്ചാ പറഞ്ഞോളൂ. ചേഞ്ച് ഉണ്ടാവും. എത്ര ഉണ്ട്? ഒരു 200. 100ന്റെ ആയിട്ട് മതിയോ? അല്ല 200 ഒറ്റയാണല്ലോ. ഓക്കെയാണ്. അപ്പൊ അത് ചേഞ്ച് അല്ലല്ലോ. എന്തിനാ? ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ, ഒരു ചായ കൂടി കുടിക്കാൻ കരുതി. ഓ ഒരു മിനിറ്റ്. 10 ரூபாய்க்கு கொடுக்க போறேன்னு நினைக்கிறேன். പിന്നെ മോളെ ചെറുപ്പത്തിൽ കണ്ടതാ, വളർന്നല്ലോ. അയ്യോ ഇവളപ്പുറത്തെ വീട്ടിലാ. ഞങ്ങൾ ഇങ്ങോട്ടേക്കാന്ന് പറഞ്ഞപ്പോ ഈ മനയൊക്കെ വന്ന് കാണാൻ വേണ്ടി വന്നതാ. ഓ സോറി, നിങ്ങൾക്ക് ആൺകുട്ടിയാണല്ലോ അല്ലേ? ഇതെന്റെ ബ്രദറാ, എന്റെ ഹസ്ബൻഡ് ഖത്തറിലാ. எதுக்கு? സാറില്ല. ദാ டீ எடுத்து வந்து கொடுக்குறாரு நினைக்கிறேன். ആവശ്യമുള്ളപ്പോ ഒഴിച്ചു കുടിച്ചോ. ഓക്കെ അല്ലേ? പണ്ടൊക്കെ ഇല്ലത്തിന് പുറത്ത് ചായ കഴിച്ചു എന്ന് പറഞ്ഞാ എന്തൊക്കെയാണ്. ഇഷ്ടമായി. ഈ പ്രഹ്ലാദൻ നമ്പൂതിരല്ലേ ഇവിടെ ആദ്യം ഫേമസ് ആയത്? ഈ അച്ഛനടക്കം വല്യച്ഛനെ സഹായിട്ടില്ല തുടങ്ങിയത്. അതിനെ വല്യച്ഛൻ എങ്ങനെയാണ് അച്ഛന്റെ ജാടൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കുന്നത്? എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. നമുക്കിപ്പോ എന്താ വേണ്ടത്? നമ്മളെ നല്ലപോലെ സ്നേഹിക്കുന്ന, നമ്മളെ നന്നായി നോക്കുന്ന ഒരാൾ അല്ലേ? അതിന് ഞാൻ തന്നെ പോരെ? എനിക്ക് എന്നോട് നല്ല സ്നേഹമാണ്, എന്നെ ഞാൻ നന്നായി നോക്കുന്നു. സ്വന്തം കാര്യം മാത്രം. എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയുള്ളൂ. വിപന്നകാലേവി ധിയോനഹാനി. அப்படின்னா ബാക്കി എന്താ കേക്കട്ടെ? തനിക്കറിയാവുന്ന ശ്ലോകമല്ലേ? പുനശ്ച സംപ്രാപ്യതേ ധനാഗമഃ. ആ എന്താ അർത്ഥം? കഷ്ടകാലത്തും ബുദ്ധി നഷ്ടമാവില്ല. സിമ്പിൾ, അത്രേ ഉള്ളൂ. പോയി സമ്പാദിക്കണോ. ஆனா இந்த ஏஜ்ல அப்பாட்ட போய் கேட்டு இருக்கிறது கொஞ்சம் கஷ்டமான இதுதான். ஏய் அந்த ஜாடி நல்லா ഇവിടെ ദേ നമ്മുടെ കുളത്തിൽ കുളിക്കണു. എന്താന്നറിയില്ല, ഇപ്പൊ അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോണില്ല. வாங்கலாடி எப்படி? രൂപേ, ഞാൻ റെഡിയാണോ? എന്തിന്? പൂണൂലിടാൻ, പൂജ ചെയ്യാൻ ഞാൻ റെഡിയാണ്. நல்ல அசிஸ்டன்ட் கிடைச்சாச்சு. തുമ്പിൽ മന്ത്രം മന്ദം ചൊല്ലിട്ട് മഞ്ഞിടും ഓർമ്മ ഓരോന്ന എണ്ണി കണ്ണാലെ കാണാതെ
அதான் ஐடி கார்டு போல. எவ்ரிதிங் இஸ் a delusion. சர்வம் மாயா. நல்லா இருக்குல்ல? செம்மையா இருந்தது. அம்மா என்ன கேஸ் வச்சு மேலே ஏற்றிட்டு இருக்காங்க. ഇപ്പോഴൊരു കാര്യം ശ്രദ്ധിച്ചേ, നിന്റെ ഭാഷയ്ക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് കിട്ടണം, അത് കിട്ടണം. ഇതിലൊക്കെ വല്ല കാര്യമുണ്ടോ? തിരുമേനി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിട്ടുണ്ട്. வீடு சூப்பரா இருக்கு. വീട്ടിൽ പോയിട്ട് കഴിച്ചാ പോരെ? അവിടെ ഉപ്പുമാവാ, ഇവിടെ മസാല ദോശ. ഞാനിപ്പോ വരാം. 5, 6, 6, 5, 36. ഓക്കെയാണ്, മാറിക്കോ. ഇത് കൊള്ളാലോ, പൗലോസ് പണിതാ. തേക്കിന്റെയാ? തേക്കാണെന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ നല്ല കാശായി കാണുമല്ലോ. പണിയുന്ന പൗലോസ് ആണെങ്കിൽ പിന്നെ പൈസ കൂടാണ്ടിരിക്കുക. ആ ഉറപ്പ് ഉണ്ടായാ മതി. തലയിലിരിക്കണ ആ വിഗ്ഗിനെക്കാണ് ഉറപ്പാണിത്. അത് കൈകൊണ്ടൊന്നും താങ്ങിക്കോ, പറന്നുകൊണ്ടാ. പൗലോസേ, ഇതിൽ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? ഇങ്ങനെ തള്ളല്ലേ എന്റെ പൗലോസ്. തള്ളാനാ ഞാനാ? സാറിന് അങ്ങോട്ട് തള്ളിയെന്നേ, അതൊന്ന് തെളിയിക്കണമല്ലോ. നിങ്ങൾ അങ്ങോട്ട് മാറിയ. ആ മോനെ, നീ വന്നേ, നീ അവിടെ ഇരുന്നേ. ഇങ്ങോട്ട് വേടക്കേമ போச்சு. രൂപേ, MRIക്ക് കുഴപ്പമൊന്നുമില്ല എന്നാ ഡോക്ടർ പറഞ്ഞേ. കാശും വേസ്റ്റായി. പക്ഷെ എക്സ്റേ എടുത്ത് നന്നായി. നട്ടില് 2 എടുത്ത് നീരണ്ടെന്ന് പറഞ്ഞത്. ഭാഗ്യം, ഇന്ദുള്ളതുകൊണ്ട് ഏറ്റിരിക്കുന്ന പൂജകളൊന്നും മുടങ്ങില്ല. അതെ. നിങ്ങളുടെ രണ്ടുപേരും ഒന്ന് പോയിക്കേ. എനിക്ക് ഇന്നോട് പേഴ്സണലി ഒരു കാര്യം പറയാനുണ്ട്. ചെല്ലമ്മേ. എന്തോ കാര്യം, ഞാൻ നിന്റെ കസിൻ നിൽക്കുക. പക്ഷെ ഇപ്പൊ ഞാൻ നിന്റെ തൊഴിൽദാതാവ് കൂടിയാ. ഇപ്പൊ നിനക്ക് ഒറ്റയ്ക്ക് പൂജ ചെയ്യാനുള്ള പ്രാപ്തിക്കായി തന്നെ സമ്പാദിക്കാനും ഞാൻ അതിൽ അഭിമാനിക്കുന്നു. അതെ, ഞാനിത് സ്ഥിരമാക്കാൻ ഉദ്ദേശമൊന്നുമില്ല. ഒന്ന് ഫിനാൻഷ്യൽ സെറ്റ് ആയാൽ ഞാൻ തിരിച്ചു. നീ പോയിക്കോ. அதுக்குதான் வந்திருக்காங்க நினைக்கிறேன். വരുന്ന അതൊന്നുമല്ല. നാളെ മുതൽ നിനക്ക് പൂജ ചെയ്ത് കിട്ടുന്നതില് 50-50. പൂജ ചെയ്യണത് ഞാനല്ലേ? പക്ഷെ പൂജ പിടിക്കണം ഞാനല്ലേ? രൂപേ, എന്തോ ബന്ധുമിത്രാദികൾ തമ്മിൽ പ്രൊഫഷണൽ പാർട്ട്നേഴ്സ് ആകുമ്പോൾ പൈസയുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാൽ പിന്നെ വഴക്കുണ്ടാവില്ല. വെറുതെ ബന്ധം വഷളാക്കണ്ടല്ലോ, അതുകൊണ്ടാ. 60-40. മതി 40 മതി. നീ ഹാപ്പി അല്ലേ? அவனுக்கு அமௌண்ட் வேணும் கரெக்டா. இன்னும் அவன் கிளைண்ட்ஸ் தான். என்னமா பண்றாங்களேப்பா, அதானே ஃபயர் பறக்குது. வேற ஒரு அசிஸ்டன்ட் பிடிச்சிட்டாங்க. சூப்பரா இருக்குல்ல சார். ஐயோ வந்துட்டானே, காசு கேட்பானே. ആ പ്രഭേ, പൈസ പറഞ്ഞായിരുന്നു. കൺഗ്രാറ്റ്സ്. ബോംബെ എത്തിയ നമ്മളോട് രക്ഷപ്പെടുത്തണേ. ചുമ്മാ. ഞാൻ ഇൻസ്റ്റാഗ്രാമില് ഒരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത്ര ആക്റ്റീവ് അല്ല. എന്നാ ഇപ്പൊ ആക്സെപ്റ്റ് ചെയ്താൽ മതി. രൂപേ, എന്തോ എടാ, നീ എവിടെയാ? അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഹിന്ദിയിലെ ഒരു മ്യൂസിക് ഡയറക്ടർ വിരാജ് ത്രിവേദി, അങ്ങേർക്ക് അന്ന് ഞാൻ പ്ലേ ചെയ്ത് അയച്ചു കൊടുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പൊ സ്റ്റുഡിയോയിൽ ഒരു വീഡിയോ കോൾ സെഷൻ വിളിപ്പിച്ചിരിക്കുക. കൺഗ്രാറ്റ്സ്, അത് കലക്കി. എടാ, നാളെ വൈകിട്ട് എന്താ പരിപാടി? പുലർച്ചെ കാടാമ്പുഴയിൽ ഒരു ഗണപതി ഹോമമുണ്ട്. വൈകിട്ട് പിന്നെ ഒരു പടത്തിന് പോകാനെഴുതി. അയ്യേ, അത് വെറും വേസ്റ്റ് പടമല്ലേ? അതിന് ഏത് പടമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല. എടാ, അതെ, നാളെ ഒരു പൂജയും കൂടെ പിടിക്കാൻ പറ്റുമോ? സന്ധ്യ കഴിഞ്ഞ മതി. ഓഫറാ. കൃഷ്ണനുണ്ണി ജോസിൽ ഇന്നുവരെ തന്നതിൽ ഏറ്റവും വലുത്. എന്താ സംഭവം? പാലക്കാടുള്ള ഒരു അഡ്വക്കേറ്റിന്റെ +2 പഠിക്കുന്ന ചെക്കന്റെ ദേഹത്ത് ഒരു പ്രേതബാധ. അവൻ എന്തൊക്കെയോ കാണുന്നെന്നോ കേൾക്കുന്നെന്നോ. രൂപ, എനിക്ക് ബാധ ഒഴിപ്പിക്കാനൊന്നും അറിഞ്ഞൂടാ. എടാ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്ഡേറ്റ് ചെയ്ത കുറച്ച് മന്ത്രങ്ങളും വിധികളും ഞാൻ PDF ആക്കി വാട്സപ്പിൽ അയച്ചു തരാം. ബാക്കിയൊക്കെ സുദർശന ഹോമത്തിന്റെ സെയിം സെറ്റപ്പ്. വേണമെങ്കിൽ കുറച്ച് തീയും പൂക്കളും കൂട്ടിക്ക് ഒരു പഞ്ചിന്. ഏത് നേരത്താണ് കുട്ടിയെ രൂപയെന്ന് വിളിക്കാൻ തോന്നിയത്? അത് എന്നോടാണോ ചോദിക്കണ്ടേ? എടാ പ്ലീസ്. ശരി. 60-40 മറക്കല്ലേ? ഓക്കെ. എടാ പ്രഭേ, സോറി, ഇന്നില്ല. വിരാജ് സാറിന്റെ മാനേജർ വിളിച്ചായിരുന്നു. പുള്ളി രാത്രി മുഴുവൻ പണിയെടുത്തിട്ട് പകല് ഉറക്കം. ഓ, കുഴപ്പമില്ല. ഇനി പ്ലാൻ ചെയ്യാൻ പറഞ്ഞാൽ മതി. ഓക്കെ. എനിക്ക് കാറിന്റെ കുഴിയിൽ കയറി ഇരിക്കാനും എഴുതേക്കാനും ഒക്കെ വലിയ പാടാ. ഓട്ടോ ആവുമ്പോ നല്ല സുഖാ. നിനക്ക് ഇതിന്റെ പൂജയുള്ളതല്ലേ? അല്ല, ഞാൻ തന്നെ ഓടിച്ചു പോടുന്നാണോ? ഓ, ഓടിച്ചോണ്ട് വരട്ടെ. ചെടിയൊക്കെ ചീത്തയാവൂ. ചെടിക്ക് നമ്മുടെ മുടി വെട്ടുന്ന പോലെ ഉള്ളൂ. നല്ല സുഖമായിരിക്കും. എനിക്ക് ഇത്തിരി ചെടിപ്രാന്ത് കൊടുത്തേ. എന്താ പേര്? ഹിബിസ്കസ് റോസ സിനൻസിസ്. ചൈന റോസ് വിളിക്കും. അതല്ല, തന്റെ പേരെന്താ? ഓ, അത് ഹനിമോൻ പോലെ. പോ. ஸ்கூல்ல சொல்லி கொடுத்துருப்பாங்க போல இருக்கு. പൂജക്കൊക്കെ പോണ കാർ എടുക്കാട്ടോ. വേണ്ട, ഞാൻ ഈ ഓട്ടത്തിന് പോകണം. ഈ സമയത്തൂടെ എന്ത് പൂജയാണ് തിരുവാനി? ഭഗവത്സവയാ? ഒരു പ്രേതം ഒഴിപ്പിക്കാണ്ട്. இங்கதான் கதையை ஆரம்பிக்குதா? அப்படிதான் நினைக்கிறேன். അഡ്വക്കേറ്റ് ദിലീപ്. യെസ്, രൂപേഷ് വിളിച്ചിരുന്നു. സാധനങ്ങൾ എടുക്കാൻ ഹെൽപ്പ് വേണോ? വേണ്ട, കൂടെ ഒരു சொன்ன உடனே ஒரு எஸ்கேப் ஆயிட்டாரு நினைக்கிறேன். ഞാൻ ഡ്രൈവറെ വിളിക്കാം. ഇവിടെ വെച്ചോട്ടെ. ഇനി പുൽപ്പായ മാത്രം പോരെ? മതി. 10 മിനിറ്റ് ഞാൻ ആളെ വിളിക്കാം കേട്ടോ. ഓ, ദീപ്തി ചേച്ചി.
10 മിനിറ്റിനകം റെഡിയാവും. ശരി. ഒരു ഡിസ്ട്രിക്ട് ഹോട്ടലാണോ? കഴിഞ്ഞ 2 മാസമായിട്ട്. നാട് കുട്ടിക്കാനത്താ. ഈ ഗിറ്റാർ ആരുടെയാ? അത് കുട്ടുവിൻ്റെയാണ്. ഐ മീൻ അവിനാഷ്. അവൻ നന്നായി പ്ലേ ചെയ്യും. എപ്പോ നോക്കിയാലും ലത ചേച്ചി വിശക്കുന്നു എന്ന് പറയുന്ന കുട്ടിയാ. ഇപ്പൊ അതിനൊന്നും വേണ്ട. ഡോക്ടറൊന്നും കാണിച്ചില്ലേ? നിംഹാൻസിലൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ റാഫേൽ. മിടുക്കനാണ്. അദ്ദേഹത്തെ കാണിച്ചു, മരുന്നും കഴിക്കുന്നുണ്ട്. പക്ഷെ വൈഫിന് ഒരേ നിർബന്ധം, പൂജ നടത്തണമെന്ന്. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. கொலுசு சவுண்ட் கேக்குது. ஏன் ഇരുന്നോളൂ. யாருக்கல்ல கொலுசு சவுண்ட்? മാഡം കൂടെ ഇരുന്നോളൂ. മോൻ കംഫർട്ടബിൾ ആയിക്കോട്ടെ. யார்கிட்ட இருக்குன்னே தெரியலையே. அவங்கள்ட்ட தான் இருக்கு. എന്ന് മൂലം തുടങ്ങിയത്? ഒരാഴ്ച കഴിഞ്ഞു. രാത്രി കരഞ്ഞോണ്ട് ഞങ്ങളുടെ റൂമിൽ വന്ന് കിടന്നതാ. ആരോ അടുത്ത് വന്ന് എന്തോ പറയാൻ ട്രൈ ചെയ്യുന്നുണ്ട് അത്രേ. സ്ത്രീയോ പുരുഷനോ? ഒരു പെൺകുട്ടിയാണ്. ഇപ്പൊ 24 hours ഞാൻ കൂടെ തന്നെ വേണം, ബാത്റൂമിൽ പോകുമ്പോഴും. ஐயோ. ഹലോ. ഐ കോണ്ടാക്ട് തീരെ ഇല്ല ഇപ്പൊ. ഓ, പൂജ തുടങ്ങാൻ പോവാണ്. ഒരു ബാധയാണെന്നാണ് പ്രശ്നത്തിൽ കാണുന്നത്. ഈ പൂജ കഴിയുന്നതോടെ അത് ദേഹത്തിൽ നിന്ന് മാറി ബ്രഹ്മത്തിൽ ലയിച്ചോളും. ஒரு சும்மா பண்ணல, உண்மையிலுமே ஒரு தெரியுங்கிற மாதிரி தான். இவருக்கு தெரியும், நம்பிக்கை இல்லாம கொஞ்சம் பட்டு இருந்தாரு. ஆஹா, புகையா தள்ளுது. நல்லா இருக்கேன். ஏய் பார்க்கறான்பா. என்ன ரொமான்டிக்கா பிஜிஎம்லாம் வருது? ஐயோ, வாசிக்க போறாருன்னு நினைக்கிறேன். என்ன அவன் சாப்பிட்டுட்டே இருப்பான்னு சொன்னாங்கல்ல. ஆரம்பிக்கவே இல்லையே, அதுக்குள்ளயா? ஒண்ணுமே புரியலையே, அவருக்கே புரியல நினைக்கிறேன். அவர் நினைப்பாரு எனக்குள்ள இவ்வளவு பவரா? ஒர்க் அவுட் ஆயிடுச்சா? ഞാൻ പറഞ്ഞതല്ലേ. இன்னும் பூஜைக்கு முடியலையே, கட்ட ஃபுல்லா அங்கதான் இருக்கு. அவருக்கே டவுட் தான். പറഞ്ഞോ. പ്രേതം ഒഴിഞ്ഞു പോയെന്നെയാ. ഞാൻ അയച്ചെന്ന മന്ത്രങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ആ ഒരു ഡോക്ടറെ കാണിച്ചിരുന്നേ. എനിക്ക് തോന്നുന്നു മെഡിസിൻ എഫക്ട് ഇപ്പോഴായിരിക്കും വന്നു തുടങ്ങിയിട്ടുണ്ടാവുക. എന്നാൽ 60,000 രൂപയ്ക്ക് പകരം 1,00,000 രൂപ തരണമെങ്കിൽ എന്തോ എന്താ പൂണൂലിട്ട് പൂജ ചെയ്യാൻ തുടങ്ങിയ പിന്നെ നിനക്ക് ഈശ്വരന്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നില്ലേ? ഇത് ഞാൻ പൈസ വാങ്ങി ചെയ്യുന്ന തൊഴിലാണ്. അപ്പൊ ഞാൻ എന്നാലാവുന്ന വിധം ജെന്യുവനായിട്ട് ആത്മാർത്ഥയോടും ചെറ്റോടെയും കൂടി എന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്യണ്ടേ? അത് വേണം. അതാണ് ഈ പറഞ്ഞ പ്രസൻസ്. ഓ ചെല്ലട്ടെ. പിന്നെ നാളത്തെ 3 ദിവസം ബ്രേക്ക് വേണം. അയ്യോ, ഞാൻ 3 പൂജ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് പോയി. അതേ 8 പേര് ബ്രേക്ക്. ഇല്ല. அவர் 60,000 கிடைச்சிச்சு பண்ணிக்கு 1 lakh 70-30. അമ്മേ ആ ഫോണിൽ വന്നേ. അവളിന്ന് സ്റ്റാറ്റസ് ഒന്നും ഇട്ടിട്ടില്ല. அனகாவோட ஸ்டேட்டஸா? வா രാധാരമണ അതാണത്. ഒരു പേയ് പൂജ വരപ്പോതോ. ഹലോ. ഇന്നത്തെ ഹോമത്തിലുള്ള വെള്ളിയുടെ രൂപം ഇവിടെ പല ടൈപ്പിലുള്ളതുണ്ട്. ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട്. ഏതാ വേണ്ടേ? ஏதா வாங்குறதா? ഒരു സെക്കൻഡ്. என்ன உருவத்தകട്? അതിലേറ്റവും ചെറുത്. ഓക്കെ ഇതെടുത്തോ. പിന്നെ തിരുമേനയുടെ വാട്സപ്പ് ഡിപ്പിലുള്ള ആ ചൈനക്കാരൻ ഏതാ? ചൈനക്കാരനോ? ஐயோ, അതൊരു കൊറിയൻ സിംഗറാ. ഓ അത് ശരി. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ആള് മാറിപ്പോയെന്ന്. അപ്പൊ ശരി. இவருக்கு வந்துருச்சுன்னு நினைக்கிறேன்ப்பா அவரு. താങ്ക് യു. ശരി. இது யாரு? இவர் ஓடி போனாரு. പ്രഭേന്ദു അല്ലേ? അജു വർഗീസോட അസിസ്റ്റന്റ്. രൂപേഷേട്ടന്റെ പരികർമ്മയായിരുന്നു. ഓ 12 വർഷങ്ങൾക്ക് മുന്നേ ഇല്ലത്തുനിന്ന് പൂണൂലും വലിച്ചെറിഞ്ഞിറങ്ങി ഗിറ്റാർ വായിച്ചു നടക്കുന്ന ഒരു കസിനെ കുറിച്ച് രൂപേഷേട്ടൻ പറയാറുണ്ട്. നമ്മളാണല്ലത്. പോരാത്തതിന് നിരീശ്വരവാദിയും. ശിവ ആരും അറിയണ്ട. അതുകൊണ്ട് കാശ് കുറച്ച് കൂടുതൽ വാങ്ങിച്ചാൽ എന്താ? ഞാൻ കൂടെ ഉള്ള തന്നെയാ തനിക്ക് നല്ലത്. ഓക്കെ അല്ലേ? ஓ பிளான் இப்படி போடுறாங்க. ഓക്കെ ആണ്. ஓஹோ, ஆல்ரெடி அவர் 30% வாங்கிக்கிறாரு. இவ வேற வரா. நான் நினைச்சேன் அவனை போய் மிரட்டினோடனே உனக்கு ஏதோ ஆக போகுது. அவசரப்பட்டு ஏக்குமாரு. அவர் ஆட்டக்காரர் பாக்குறாரு, இவங்களுக்குள்ள ஏதோ சக்தி இருக்குன்னு.
കരട്. ഞാൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുമേനി എന്നോട് പൊറുക്കണം. ഒന്നേ இவரு கொஞ்சம் கொஞ்சமா அவர் மேல உள்ள மரியாதை இன்க்ரீஸ் ஆகுதுப்பா. ചേച്ചിയാണോ ഈ പ്രബേന്ദു? ചേച്ചിയാണോ ഈ പ്രബേന്ദുന്ന്? ആ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. ഇങ്ങന്നേക്ക് ഈ കയ്യിലോട്ടാ. അതിനെന്ത്? പോയി പ്രബേന്ദു ചേച്ചിനെ വിളിച്ചോട്ടാ, ഞാൻ നേരിട്ട് കൈ பிரபேந்த் அக்காவா? ചേച്ചി അല്ല ചേട്ടൻ. ചേട്ടനാ? എന്നാ പോയി ചേട്ടനെ വിളിച്ചിട്ട് അറിയാ, ഞാൻ ഇത് നോക്കിക്കോളാം കാക്കൊത്താതെ. பாத்துக்கிறானா? എനിക്കെന്ത് വരാ? ഞാനൊന്നും ഓർഡർ ചെയ്തില്ലല്ലോ, അഡ്രസ് മാറിപ്പോയതായിരിക്കും. ரைட்டு. പ്രബേന്ദു എൻ നമ്പൂതിരി, മുല്ലശ്ശേരി മന. അത് താങ്കൾ തന്നെയാണോ? ഞാൻ സാധനം പിടിച്ചു. என்ன பார்சல்? എടോ അതിന് തന്റെ ആപ്പ് എന്റെ മൊബൈലിൽ ഉണ്ടല്ലേ, ഒരു OTP വരുമെന്ന് പറഞ്ഞുതരും. என்னப்பா இதை மர்மம் வைக்கிறதெல்லாம்? 200909. എടോ ഇതിന്റെ പേയ്മെന്റോ? അതൊക്കെ കിട്ടി. പേയ്മെന്റ് മെത്തേഡ് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് ഞാൻ എന്റെ ആഡ്. അതുകൊണ്ടല്ലേ. എടോ ഇതെന്തോ മിസ്റ്റേക്ക് ആണ്, ഇത് റിട്ടേൺ ചെയ്തോ? ഇതെനിക്കാണ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നീ കമ്പനിയിൽ നിന്ന് റിട്ടേൺ ടോക്കൺ വരണം, 2 ദിവസം എടുക്കും. എടോ സത്യം ഞാൻ ഓർഡർ ചെയ്തല്ല. സാറിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആലോചിച്ച് സമയം എടുത്ത് കസ്റ്റമർ കെയർ വിളിച്ച് പറഞ്ഞാൽ മതി. അവരതിനാണല്ലോ അവിടെ ഇരിക്കുന്നത്. என்ன அது? சுடிதார். എന്താ ഫോണില് കുറെ നേരം ആയല്ലോ. ഞാനേ ഇതിനകത്ത് ആവശ്യമില്ലാത്ത ആപ്പൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുക വില്ലേച്ച. വാട്സാപ്പിലെ ഫോട്ടോ മാറുന്നു, ഇല്ലാത്ത ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് തുണികളൊക്കെ ഓർഡർ ചെയ്യുന്നു. എല്ലാം ചൈനീസ് ആപ്പ് ആയിരിക്കും. കാശും പോയോ? പോയി. റീഫണ്ട് കൊടുത്തിട്ടുണ്ട്, കിട്ടുമായിരിക്കും. எனக்கு நம்ம அவங்கிட்ட இருந்து இங்க பாஸ் ஆன மாதிரி தோணுது. எனக்கும் எனக்கும் எனக்கும். ஏன்னா கேர்ள் தானே சொன்னாங்க அந்த அவன் சரியாயிட்டான். யாருப்பா அது? என்ன நடக்குதுங்க? அதானே. ഹായ്. അയ്യോ ടെൻഷൻ ആവണ്ട, ഞാൻ പോയിട്ട് പിന്നെ വരാം. இவங்க தான் ரியா கரெக்டா? அப்ப ബൈ. பேய் ஓட்ட போனவனுக்கு பேய் பிடிச்ச கதையா? இதுக்கு நான் முழுசா மாதிரி தெரியாம போயிருக்க கூடாது. வீடு சூப்பரா இருக்கு. என்ன மறுபடியும் எஞ்சிக்கிறாரு? அது கனவா? இல்ல, போய் பெரிய பரும்புல படுத்தாரு. എന്ത് പറ്റി ഇന്നലെ ഇവിടെ കിടക്കാൻ? പെട്ടെന്നൊരു സ്നേഹം. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, ഞെട്ടിപ്പോയി. ഒരു പെൺകുട്ടി എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുക, ഒരു സുന്ദരി പെൺകുട്ടി. അത് കല്യാണ പ്രായം കഴിച്ച ബാച്ചിലേഴ്സ് സ്ഥിരം കാണുന്നതല്ലേ. ഈ പ്രായത്തിൽ ഞാൻ പോലും കാണുന്നു. ഇതല്ലാന്നേ, ശബ്ദവും കേട്ടു ക്ലിയർ ആയിട്ട്. പോയിട്ട് പിന്നെ വരാന്ന് പറഞ്ഞു. 300 വർഷം പഴക്കമുള്ള മനയല്ലേ, പലതും കണ്ടെന്ന് വരും. തൊട്ടടുത്ത് ഇത്രയും കാലം ഞാൻ ഫുൾ ടൈം അവൈലബിൾ ആയിരുന്നിട്ടും ഒന്നിനും അവളുടെ പേരെ ഒന്നും വരാൻ തോന്നിയില്ലല്ലോ. ഏയ് ഇത് മോഡേൺ, പേടിപ്പിക്കലൊന്നുമില്ല. ചുമ്മാ അങ്ങനെ ഇരിക്കുക മൊബൈലൊക്കെ നോക്കി. നീ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്ക്, എനിക്കും ഒരു കൂട്ടാവൂല്ലോ. ആ പോളിനെ വിളിച്ച് ഒരു ഓട്ടോ പറഞ്ഞയക്കാൻ പറ. എനിക്ക് 10 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. என்னப்பா பகல்ல தெரியுது? കവിൻ വരുന്നേ. കുട്ടൂസിനെ ആൻഡ്രോയിഡ് ആയിരുന്നേ. ആൻഡ്രോയിഡ് എനിക്ക് തീരെ അങ്ങ് കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ പ്രഭയുടെ ഐഫോൺ ആയത് സച്ച് എ റിലീഫ്. അന്ന് പൂജ ചെയ്തില്ലേ, എന്തായിരുന്നു പേര്? മറ്റേ അവിനാഷ്. ഗോഷ് യു സച്ച് എ ക്യൂട്ടി. പക്ഷെ എന്നാ പേടിയാ, പേടി വെച്ചാൽ മുഖത്ത് ഒരു നോക്കത്തില്ല. ഇപ്പൊ ഒരാൾ മുഖത്ത് നോക്കിയില്ലെങ്കിൽ നമ്മളെങ്ങനെയാ സംസാരിക്കുന്നത്. പക്ഷെ പ്രഭ നല്ല ബ്രേവ്. യു ഹാവ് ഗുഡ് ഐ കോൺടാക്ട്. ഐ ലൈക്ക് ഇറ്റ്. 10 on 10. പിന്നെ ഇന്നലെ പേടിച്ചത് ഇസ് ടോട്ടലി അണ്ടർസ്റ്റാൻഡബിൾ. പക്ഷേ പ്രഭയെന്ന് വിളിക്കാലോ അല്ലേ? അല്ല, ചാറ്റ്സിലെ ഫ്രണ്ട്സ് പ്രഭയെന്ന് വിളിക്കുന്ന കണ്ടിട്ട്. ഓൾസോ ഇറ്റ്സ് സച്ച് ആൻ ഇൻട്രസ്റ്റിംഗ് നെയിം, പ്രഭേന്ദു. സൂപ്പർ സ്വീറ്റ്. ഐ ലൈക്ക് ഇറ്റ്. എനിക്കിഷ്ടായി. ഓട്ടോ 11 മണിക്ക് മതി. ഇപ്പോഴാണ് നോട്ടീസ് വായിച്ചത്. ഫോൺ എടുത്തു, എനിക്ക് നീ രാത്രി മതി. என்னப்பா ரொம்ப டீசென்டான பேயா இருக்கு. அது பேச எக்ஸ்பிரஷன்ஸ்ல வந்துட்டு செமையா ஆக்ட் பண்ணிருக்காருப்பா. ബൈപ്പോളറാണോ? അല്ല പിന്നെ എന്താ തേങ്ങയാണ് ഇവിടെ പറഞ്ഞ ഉണങ്ങിയിട്ടില്ല. ഈ ഡോക്ടർ ആഫിൽ നിന്ന് വിളിക്കോ? അത് ഞാനാ. എന്താ കാര്യം? ഇവരുതാണോ? പൂജയൊക്കെ ചെയ്യുന്ന ആളാണ്. ഞാൻ 3 ദിവസം ഒരു പൂജയ്ക്ക് വേണ്ടി പോയിരുന്നു. ഒരു വീട്ടിലല്ല, ഒരു ഫ്ലാറ്റിൽ പൂജയ്ക്ക് വേണ്ടി. ഈ ബാധ പൊഴിപ്പിക്കുന്ന ഒരു പൂജയാണ്. അവന്റെ പാരന്റ്സ് അവിനാഷ് ഒരു ഇച്ചിരി അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു. അവൻ ആകെ ബെറ്ററായി. പക്ഷെ അവൻ കണ്ടുകൊണ്ടിരുന്ന അതേ പെൺകുട്ടീനെ ഞാൻ കാണും. വെളിച്ചത്തിൽ ഞാൻ കണ്ടു, ശബ്ദവും കേട്ടു, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്. ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പോ ഇല്ല. എന്നിട്ട് അല്ല, അത്രേ ഉള്ളൂ. പിന്നെ ഇവനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവന് മറ്റേ അസുഖമാണ്. ഈ കാണാൻ പറ്റാത്തവർ കാണുകയും കേൾക്കാൻ പറ്റാത്ത കേൾക്കുകയും ഷിസോഫീനിയ. ഷിസോഫീനിയ. ഗൂഗിൾ സെർച്ച് ചെയ്ത് വെച്ചപ്പോൾ എല്ലാ സിംറ്റംസ് എനിക്കുണ്ട്. ഗൂഗിള്
എത്ര മരുന്ന് കഴിക്കാൻ തയ്യാറാണ്. ഞാൻ പറയുന്നതിന് സ്പീഡ് കൂടി പോകുന്നുണ്ടോ? ഡോക്ടർ മനസ്സിലാവുന്നില്ലേ? ഈ പൂജ ചെയ്ത് അവിനാശ പ്രശ്നം മാറ്റി പറഞ്ഞില്ലേ, അതേപോലെ തന്റെ പ്രശ്നം സ്വയം പൂജ ചെയ്ത് മാറ്റിയാ പോരെ? എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല ഡോക്ടർ. ഞാനൊരു എയ്ത്തിസ്റ്റാണ്. അപ്പൊ ഈ പൂജയുടെ പണിക്കൊക്കെ താനെങ്ങനെ പോണേ? ഞാൻ ഈ 19 വയസ്സ് വരെ പൂജാവിധികളൊക്കെ പഠിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഈ ഐറ്റത്തിൽ വിശ്വാസം പോയി തുടങ്ങിയത്? ഏതായിട്ടാണ് ഡോക്ടർ? ദൈവം അത് മമ്മി കേസ് നിனைக்கிறேன். ഇല്ലത്തൊരു ദിവസം ഞാൻ അമ്മയും മാത്രമേ ഉണ്ടായുള്ളൂ. ചേട്ടനും അച്ഛനും വലിയച്ഛനൊക്കെ ഡൽഹിയിൽ ഒരു പൂജയ്ക്ക് പോയിക്കായിരുന്നു. ഞാൻ അമ്മയും കൂടി ദൂരദർശനിൽ AR റഹ്മാന്റെ കോൺസേർട്ട് കാണായിരുന്നു. അമ്മ മ്യൂസിക് കാണും, വീണയൊക്കെ വായിക്കും. ഇല്ലത്തിൻ്റെ അകത്തന്നെ ഒരു പ്രതിഷ്ഠയുണ്ട്, ഈ അമ്പലം പോലെയൊക്കെ തന്നെ. അവിടെ പൂജിക്കേണ്ട സമയമായപ്പോൾ ശുദ്ധിയൊക്കെ വരുത്തി ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു. തേവാരം എന്ന് പറയും. വിളക്ക് കത്തിച്ച് പൂജ തുടങ്ങിയപ്പോൾ അമ്മ ഉറക്കെ വിളിക്കണ കേട്ടു. ഞാനത് മൈൻഡ് ചെയ്തില്ല. പൂജ കഴിഞ്ഞോട്ടേന്ന് എഴുതി തിരിച്ചു ചെന്നപ്പോൾ ഞാൻ കാണുന്നത് അമ്മ സോഫയുടെ താഴെ കമന്ന് കിടക്കുന്നതാണ്. എടുത്തപ്പോൾ തന്നെ മരിച്ചു എന്ന് മനസ്സിലായി. കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു. അമ്മേനെ മടി കിടത്തി ഞാൻ നേരെ നോക്കിയത് തേവാരം കഴിഞ്ഞ് കത്തുന്ന വിളക്കിലേക്കായിരുന്നു. അവിടെ നോക്കിയാൽ കാണായിരുന്നു. അന്ന് സങ്കടത്തേക്കാൾ കൂടുതൽ ദേഷ്യമാണോ തോന്നിയത്. ആ മൊമെന്റിൽ എനിക്ക് ദയവായിട്ടുള്ള കണക്ട് പോകും. എടോ, ഇതാടോ തന്റെ റിയൽ ഇഷ്യൂ. എനിക്കുള്ള ഒരു ഡീപ്പ് ട്രോമ ഉണ്ട്. ഏയ്, ഇതും അത് തമ്മിൽ ബന്ധമൊന്നുമില്ല. ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്ക് ഈ ട്രോമ ആദ്യം മാറ്റിയെടുക്കാം. മറ്റേ പെൺകുട്ടി ഇനിയും വന്നാലോ? വന്നോട്ടെ, വന്ന പോലെ പോവുകയും ചെയ്യും. അതിനുള്ള സൂത്രം ഞാൻ തരാം. ഈ മെലട്രോണിൻ കണ്ടിട്ടുള്ള ഒരു ടാബ്ലറ്റ് ഉണ്ട്. ഉറക്കൊള്ളിയെന്നല്ല കേട്ടോ, രാത്രി അത് കഴിച്ച് കിടന്നാൽ മതി. വിൽ ഗെറ്റ് എ ഗുഡ് സ്ലീപ്പ്. വേറെ മരുന്നൊന്നും വേണ്ടേ? നല്ല സുഖമുള്ള ഉറക്കത്തെക്കാളും വലിയ മരുന്നൊന്നും ഈ ലോകത്തില്ല. ട്രസ്റ്റ് മീ, ഞാൻ ഓക്കെയാണ്. ஓகே, பார்ட் 1 நம்ம இதோட பாஸ் பண்ணிக்கலாம். நெக்ஸ்ட் பார்ட்ல சந்திப்போம். பை பை.